കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകം 31-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്! തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു ഇപ്പോഴും നമ്മെ സ്നേഹിക്കുന്നു. കാരണം തന്നിൽ അഭയം പ്രാപിക്കുന്നവരെ കർത്താവ് ഉപേക്ഷിക്കുന്നില്ല. നമുക്ക് വേണ്ടി മുറിയപ്പെട്ട് നമ്മെ തേടി വന്ന രക്ഷകനാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ പാപങ്ങളെ കഴുകി മാറ്റുവാൻ, പാപപരിഹാരമായി നമുക്ക് വേണ്ടി രക്തം ചിന്തി നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് ദൈവഭക്തി നമ്മെ പരിശീലിപ്പിക്കും. സ്നേഹമുള്ളവരെ, ദൈവം നമ്മെ പരിശീലിപ്പിക്കാറുണ്ട്. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയും ദൈവത്തിന്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരായിരിക്കുവാനുമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 6-ാം തിരുവചനം വ്യക്തമാക്കുന്നു. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവൻ, അവിടുന്ന് അരികെ ഉള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവൻ. സ്നേഹമുള്ളവരെ, സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു ക്രിസ്തു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കാരണം വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. തിരുവചനം വ്യക്തമാക്കുന്നു, ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. കർത്താവായ യേശുവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ കരുതുന്ന കർത്താവായ യേശുവിന്റെ അനന്ത സ്നേഹത്തെ ഓർത്ത് ഈ നിമിഷം അവിടുത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. എന്നും വെളിച്ചമായി നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന ദൈവസ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാം. നമുക്ക് പറയാം, കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്നെ കരുതുന്ന ദൈവമേ, ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓ യേശുവേ, കർത്താവ് നിന്നെ കരുതുന്നതോർത്താൽ കണ്ണുകൾ നിറയാതിരുന്നിടുമോ? കർത്താവ് നിന്നെ കരുതുന്നതോർത്താൽ കണ്ണുകൾ നിറയാതിരുന്നിടുമോ? അവിടുന്ന് നിന്റെ വഴിയിലായെന്നും വെളിച്ചമായെത്തുന്ന ദൈവമല്ലോ. വെളിച്ചമായെത്തുന്ന ദൈവമല്ലോ. കർത്താവ് നിന്നെ കരുതുന്നതോർത്താൽ കണ്ണുകൾ നിറയാതിരുന്നിടുമോ? കർത്താവായ യേശുവേ, ധൂർത്തപുത്രനെ പോലെ ഞാൻ അകന്നപ്പോഴെല്ലാം അങ്ങയുടെ സ്നേഹം എന്നെ തേടി വന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൽ ചേർക്കുവാൻ അവിടെ എന്നെ വിളിച്ച അങ്ങയുടെ വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ. എൻ്റെ ഉള്ളിൽ അവിടെ നിന്ന് കടന്നു വരണമേ. ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തകർന്നുവെന്ന് കരുതിയ നേരം താതനവൻ നിന്റെ കരം പിടിച്ചു. തകർന്നുവെന്ന് കരുതിയ നേരം താതനവൻ നിന്റെ കരം പിടിച്ചു. വീണുപോയെന്ന് വിതുമ്പിയ നേരം വീഴ്ചയിൽ നിന്നവൻ വലിച്ചെടുത്തു. വീഴ്ചയിൽ നിന്നവൻ വലിച്ചെടുത്തു. കർത്താവ് നിന്നെ കരുതുന്നതോർത്താൽ കണ്ണുകൾ നിറയാതിരുന്നിടുമോ? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും യാചനകളും അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിന് നന്ദി പറയും.
നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അവിടത്തോട് പറയാം. യേശു നമ്മെ സഹായിക്കും. ഓ എൻ്റെ യേശുവേ, അങ്ങയുടെ നാമത്തെ ഉയർത്തുന്ന യേശു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. മറന്നുവെന്ന് നിലച്ചുറ നേരം കർത്താനവൻ നിന്നെ തേടി വന്നു. മറന്നുവെന്ന് നിലച്ചുറ നേരം കർത്താനവൻ നിന്നെ തേടി വന്നു. സ്നേഹമായി നിന്നെ വിളിച്ചുറനാഥൻ ജീവനായി നിന്നുള്ളിൽ വസിച്ചിടുന്നു. ജീവനായി നിന്നുള്ളിൽ വസിച്ചിടുന്നു. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിന്നെ കരുതുന്നതോർത്ത കണ്ണുകൾ നിറയാതിരുന്നിടുമോ? അവിടുന്ന് നിന്റെ വഴിയിലായെന്നും വെളിച്ചമായെത്തുന്ന ദൈവമല്ലോ. വെളിച്ചമായെത്തുന്ന ദൈവമല്ലോ. കർത്താവ് നിന്നെ കരുതുന്നതോർത്ത കണ്ണുകൾ നിറയാതിരുന്നിടുമോ? ഇന്ന് കർത്താവായ യേശുവിന്റെ നാമമഹത്വത്തെ പ്രതി നാം അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന സകല പ്രാർത്ഥനകൾക്കും അവിടുന്ന് ഉത്തരം നൽകട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.